ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധി രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിട്ടാലും അതെല്ലാം സഹിക്കുന്നത്, ഹല്ലേലൂയ, അതായത് കർത്താവിനെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്. ഹല്ലേലൂയ. കഷ്ടത സഹിക്കുമ്പോൾ കഷ്ടതയിലൂടെ ചില ഫലങ്ങൾ നേരിടുവാൻ അത് ലഭിപ്പാൻ ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, കഷ്ടത കൂടുമ്പോൾ ആശ്വാസം പെരുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഹിച്ച, ഹല്ലേലൂയ, കഷ്ടതകൾ എന്താണ്, ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ എന്താണെന്ന് കാണുവാൻ സാധിക്കുന്നു. അതായത് ഒന്ന് വായിക്കുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആരിടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. പ്രീതി മക്കളെ, അപ്പോസ്തലനായ പൗലോസ് സഹിച്ചതായ കഷ്ടതകൾ കൂടുമ്പോൾ, ഹല്ലേലൂയ, ഇതൊക്കെ കേൾക്കുമ്പോൾ ആശ്വാസം പെരുകിയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം സഹിച്ചത് എൻ്റെ കർത്താവിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. ആ കർത്താവിനെ ഞാൻ അറിഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് സഹിക്കുവാൻ ദൈവം കൃപ തന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ നേരിടുമ്പോൾ യേശുവിൽ നിന്ന് അകന്നു മാറാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇതുപോലെ കഷ്ടം സഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പല ദൈവദാസന്മാരും പല വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രിയ മക്കളെ, പലയിടങ്ങളിലും ഹല്ലേലൂയ ജയിലിലൊക്കെ അടയ്ക്കുന്നു. ഹല്ലേലൂയ. അവര് പോലും അറിയാത്ത കുറ്റത്തിന് ഹല്ലേലൂയ കാരണമായി തീരുന്നു. എങ്കിലും ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ സഹിച്ച കഷ്ടതകൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവപ്പച്ച നമുക്ക് വേണ്ടി എത്ര കഷ്ടം സഹിച്ചു, അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി തന്നതല്ലേ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇതിലെല്ലാം കഷ്ടങ്ങളിലും ഞാൻ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-11-12 വാക്യങ്ങളിലെ കഷ്ടം സഹിച്ചാൽ വാഴുന്നത് കാണാം. അതായത് ഇവിടെ പറയുന്ന, അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാ തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശു അപ്പച്ചനോട് കൂടെ നമ്മൾ ഹല്ലേലൂയ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അപ്പന് വേണ്ടി ഹല്ലേലൂയ നമ്മുടെ ജീവിതം മാറ്റിവെക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും അപ്പന് വേണ്ടി മാത്രമാണ്. പ്രിയ മക്കളെ, കർത്താവപ്പച്ചന്റെ സന്നിധി നമ്മെ സമർപ്പിക്കുമ്പോൾ കർത്താവപ്പച്ചൻ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുവാൻ ശക്തൻ. കഷ്ടതകള്, പ്രയാസങ്ങള്, ദുഃഖങ്ങൾ എന്ത് കടന്നു വന്നാലും അതിന്മീതെ സഹിപ്പാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ടല്ലോ, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഹല്ലേലൂയ. നാം എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും ഒരിക്കലും കർത്താവിനെ തള്ളിപ്പറയുന്നവരാകരുത്. ഹല്ലേലൂയ. കർത്താവ് അറിയാതെ തലയിൽ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകുകയില്ല. നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല പ്രിയ മക്കളെ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5:10 പറയുന്നുണ്ട്, സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തത്തിനുമായി വിവരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പല പ്രവാചകന്മാരിൽ കൂടെ പല വചനങ്ങൾ സംസാരിച്ചത്. ഹല്ലേലൂയ. അതോരോന്നും നമ്മൾ ഉരുവിടുന്നുണ്ടല്ലോ പ്രിയ മക്കളെ. അതൊക്കെയാണ് ഹല്ലേലൂയ. അതിവിടെ പറയുന്നുണ്ട്, അത് കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തത്തിനുമായി വിവരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. കഷ്ടങ്ങൾ സഹിച്ചു. ഏലിയാവിനെ കുറിച്ച് നോക്കുമ്പോഴും ഹല്ലേലൂയ കഷ്ടങ്ങൾ സഹിച്ചു. ജോസഫ് നോക്കൂ, ഹല്ലേലൂയ. ദാനിയേൽ നോക്കൂ, എല്ലാവരും കഷ്ടങ്ങൾ സഹിച്ചു. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ ഓർക്കണം. എത്രമാത്രമാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. എന്നിട്ടും യേശു അപ്പച്ചൻ അവരെ എടുത്തുയർത്തി, അവരെ സഹായിച്ചു, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. എവിടെയൊക്കെ അവരെ നിലനിർത്തണമോ അവിടെയല്ല, ഏത് ഹല്ലേലൂയ താഴ്ന്ന സ്ഥലത്തു നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിഞ്ഞു പ്രിയ മക്കളെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മെ താഴ്ത്തുകയല്ല, നമ്മെ ഉയർത്തുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 5:10 പറയുന്നുണ്ട്, കഷ്ടതകളിൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. കൂടാതെ കഷ്ടത അല്പകാലത്തേക്ക്, തേജസ് ദീർഘകാലത്തേക്കുമുള്ളതാണെന്ന്. ഹല്ലേലൂയ. അതായത് 1 പത്രോസ് 5:10 പറയുന്നുണ്ട്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തു അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നമുക്ക് നല്ലൊരു ഉറപ്പാ. കർത്താവിന് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിച്ചു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുവാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു അപ്പച്ചന്റെ സന്നിധിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. കർത്താവിന് വേണ്ടി ജീവിക്കാം. ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളും ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ, അതായത് ഹല്ലേലൂയ വിശ്വാസ കൂട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിടേണ്ടി വന്നാലും പ്രിയ മക്കളെ, കർത്താവിനെ ഒരിക്കലും തള്ളിപ്പറയരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും അത് സഹിപ്പാനുള്ള ദൈവകൃപ നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. മനുഷ്യരല്ല നമ്മെ നോക്കുന്നത്, നമ്മുടെ കർത്താവല്ല. ഹല്ലേലൂയ. കർത്താവിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. മനുഷ്യർ അതും ഇതുമൊക്കെ പറയും. ഹല്ലേലൂയ. അവർക്ക് പറയാനുള്ള സമയങ്ങളും ഉണ്ട് പ്രിയ മക്കളെ. പക്ഷേ ദൈവസന്നിധിയിൽ നമ്മൾ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം ഉത്തരവാദിത്വത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നിലനിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കഷ്ടത അല്പകാലത്തേക്ക്, തേജസ് ദീർഘകാലത്തേക്കുമുള്ളതാ. ഹല്ലേലൂയ. അല്പസമയം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിട്ടാലും അതിന്മീതെ ഹല്ലേലൂയ ദൈവം ഒരു ബലം നമുക്ക് നൽകി തരും. പ്രിയ മക്കളെ, ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 5:3 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കുറെ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രശംസ കർത്താവിലായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രശംസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടന്ന് ക്രിസ്തുവിന്റെ പാത ഹല്ലേലൂയ പിൻപറ്റി ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. നാം മനുഷ്യരെ നോക്കിയാൽ നമുക്കൊന്നും സാധിക്കില്ല പ്രിയ മക്കളെ. കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കാം. വിളിച്ചിരിക്കുന്ന വിളിക്ക് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെ അപ്പൻ വിളിച്ചെങ്കിൽ, വേർതിരിച്ചെടുത്തെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക. ഹല്ലേലൂയ.
ഹാലലൂയ. യേശുവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് കഷ്ടങ്ങൾ കടന്നു വരുമ്പോഴും ഹാലലൂയ അവർക്ക് പിടിച്ചു നിൽപ്പാനുള്ള ദൈവകൃപ കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപയിൽ എല്ലാവരെയും പൊതിയണം കർത്താവെ. വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർ പലതും ഹല്ലേലൂയ വിരൽ ചൂണ്ടി ഞങ്ങൾക്ക് മുന്നമേ നിൽക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ കാണുന്ന നല്ലൊരു പിതാവ് കൂടെയുണ്ട്. യേശുപ്പന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങളെ ആരെയും കർത്താവെ ഹാലലൂയ തള്ളിപ്പറയല്ലേ. കർത്താവിന്റെ സന്നിധി ഉറപ്പോട് നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. താഴ്ത്തുന്നല്ല മാനവും മഹത്വം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.